കോഴിക്കോട് ജില്ലയിൽ കൊടിയത്തൂരെ മനോഹരമായ തടായിക്കുന്നിലുള്ള വാദിറഹ്മ ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാനിപ്പോഴുള്ളത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്കൂളുകളുടെ ഗുണനിലവാരത്തെ അടിസ്ഥാനപ്പെടുത്തി നൽകുന്ന നാബെറ്റ് അക്രഡിറ്റേഷൻ കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ സ്കൂൾ. പ്രിൻസിപ്പൽ പ്രകാശ് വാര്യരാണ് നമ്മളിപ്പോൾ ചേരുന്നത്. ഈ നാബെറ്റ് അക്രഡിറ്റേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നാബെറ്റ് എന്നുള്ളത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ളൊരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നൊരു ബോർഡാണ്. നാബെറ്റിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് മേഖലകളിലും ക്വാളിറ്റി അസസ് ചെയ്യാനുള്ള ബോർഡുകളുണ്ട്. ഇപ്പം ഹോസ്പിറ്റൽ സെക്ടറിൽ വരുന്നതാണ് നാബ് എന്ന് പറയുന്നത്, NABH എന്ന് വരുന്നത്. അത് ഹോസ്പിറ്റലുകളായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ലാബുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അങ്ങനെ പല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഓരോ ശരാശരി ഇന്ത്യക്കാരൻ്റെയും ജീവിതത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പം നാബെറ്റ് വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വിഭാഗത്തിൽ, അതായത് സ്കൂളുകൾക്ക് വേണ്ട നിലവാരമുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്ന, അത് നിശ്ചയിക്കുന്ന ഒരു ബോർഡാണ് നാബെറ്റ്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ ഫോർമർ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നാബെറ്റ് എന്നുള്ളൊരു ബോർഡ് കൊണ്ടുവരുന്നത്. ആ രീതിയിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി നാബെറ്റ് അഷ്യൂർ ചെയ്യുമ്പോൾ ആ നിശ്ചിതമായിട്ടുള്ള നിലവാരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. സ്കൂളിനെ കുറിച്ച് കുറച്ചും കൂടി വിശദമായി പറയുകയാണെങ്കിൽ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ സാധാരണ നടക്കാറുള്ളത്? പിന്നെ വാദിറഹ്മ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഇവിടെ വരാത്ത ഒരാളുകൾക്കുള്ള അട്രാക്ഷൻ എന്താണ്? സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നതാണ് YLP, യങ് ലീഡർ പ്രോഗ്രാം. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള 11-12 ക്ലാസ്സുകൾക്ക് പുറമെ, നമ്മുടെ കേരള ഭാഷയിൽ പറഞ്ഞാൽ +1, +2 ക്ലാസ്സുകൾക്ക് പുറമെ അത്തരം വിദ്യാർത്ഥികളെ ലോകത്തിലെ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പായിട്ട് മാറ്റിയെടുക്കുക, ആ സിറ്റിസൺസിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും വാദിറഹ്മ YLP പ്രോഗ്രാം ചോക്കൗട്ട് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നതാണ് അവരുടെ CUET ട്രെയിനിങ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും, അതുതന്നെ പയനിയർസ് ആയിട്ടുള്ള ജാമിയ മില്ലിയ, JNU, DU തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നമ്മളെ വിദ്യാർത്ഥികളെ പ്ലേസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. നമ്മുടെ ഒന്നാമത്തെ ബാച്ച് 100%ഉം ഇതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പയനിയർ സ്ഥാപനങ്ങളിൽ പ്ലേസ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. മറ്റൊന്ന്, സ്ഥാപനത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റിംഗ് പ്രോഗ്രാമാണ് വാല്യൂ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പലരും അത് കടമെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഏറ്റവും കൂടുതൽ മൂല്യവത്തായിട്ടുള്ള ഒരു ജീവിതം കെട്ടുപടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് വാല്യൂ ചാർട്ട് എന്ന് പറയുന്നത്. 8ഓളം വാല്യൂസുകൾ കുട്ടികൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും അത് അസസ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് പ്രോഗ്രാമുകളും സ്ഥിരമായിട്ട് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് സ്ഥാപനത്തിൻ്റെ റീച്ച് ഔട്ട് പ്രോഗ്രാമുകൾ, കമ്മ്യൂണിറ്റി സർവീസുമായി ബന്ധപ്പെട്ട് സ്ഥാപനം എന്തെല്ലാം കാര്യങ്ങളാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്കും നാട്ടുകാർക്കും പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സ്കൂൾ നിരവധി പ്രോഗ്രാമുകളിലൂടെ അത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൊടിയത്തൂർ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും +1-നും +2-നും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 10 പാലിയേറ്റീവ് ടൂറുകളിൽ നിർബന്ധമായിട്ടും വിവിധ വീടുകളിൽ പോയിട്ട് അവശരായിട്ടുള്ള പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും അവർക്ക് സേവനം ചെയ്യുകയും നിർബന്ധമാണ് എന്നുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പ്രോഗ്രാമും സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് 10ാം ക്ലാസ്സിൻ്റെ അവരുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ആക്ഷൻ റിസർച്ചുകൾ എന്ന് പറയുന്നത്. ഒരാളും തന്നെ വിട്ടേച്ചു പോവാതെ എല്ലാ വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവിധത്തിലുള്ള അക്കാഡമിക് സപ്പോർട്ടും നൽകിക്കൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ രൂപത്തിലുള്ള അംഗീകാരമാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്ത കോർഡിനേറ്റർ നസിയ മുഹമ്മദാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. നസിയ മുഹമ്മദ്, നിങ്ങൾ ഈ അക്രഡിറ്റേഷന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ
കാര്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ഈ ആപ്ലിക്കേഷനും? അതേപോലെ ഇതിന് അസസ്സിന് വരുന്ന സമയത്ത് അവർ ഏത് രീതിയിലാണ് ഈ അസസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഓൺലൈനായിട്ടാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യണം. അതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരൊരു പെർട്ടിക്കുലർ പേയ്മെൻറ്റ് പറയുന്നുണ്ട്. ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാലാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആവുക. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും വരുന്ന ഒന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുന്നില്ല. അതായത് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 50 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ 50 പാരാമീറ്റേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സും അവർ 50 പാരാമീറ്റേഴ്സിൽ ഓരോ സെക്ഷനിലും ഓരോ പാരാമീറ്ററിലും 5 ചോദ്യങ്ങളുണ്ട്. ആ 5 ചോദ്യങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുക്കണം. അതിന് ആവശ്യമായ പ്രൂഫ് അതിൽ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം അവർ നമുക്ക് നിങ്ങളുടെ ഫൈനൽ അസസ്മെൻറ്റിന് വില്ലിംഗ് ആയിട്ടുള്ളൊരു ഡേറ്റ് നമ്മളോട് ആവശ്യപ്പെടും. നമ്മൾക്കും അവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് അവർ ചൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. അസസ്മെൻറ്റിന് അവർ വരുന്ന സമയത്ത് കുട്ടികളോടും രക്ഷിതാക്കളോടും ഏത് രീതിയിലുള്ള ഇൻട്രാക്ഷൻ അവർ നടത്തിയിട്ടുള്ളത്? അസസ്മെൻറ്റിൻ്റെ 2ാമത്തെ ദിവസം അവരുടെ അജണ്ടയിലുള്ളത് സ്റ്റുഡൻസ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനും അതുപോലെ തന്നെ രക്ഷിതാക്കളായിട്ടുള്ള മറ്റൊരു സെക്ഷനും. അപ്പം ആദ്യത്തെ ദിവസം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ അവർ കേട്ടറിഞ്ഞു. അതിൻ്റെ മുന്നേ തന്നെ അവർ നമ്മളോട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടു. അതെല്ലാം അവർ വളരെ കൃത്യമായി പഠിച്ചിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. വാല്യൂ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു വാല്യൂ ചാർട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളത് കുട്ടികൾക്ക് ചാർട്ടായിട്ടാണ് കൊടുത്തിരുന്നത്. അത് കുട്ടികൾക്ക് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കുട്ടി തലേ ദിവസം ചെയ്ത എല്ലാ കാര്യങ്ങളും കുട്ടി അതിൽ അപ്ഡേറ്റ് ചെയ്യണം. അതായത് പ്രെയർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, രക്ഷിതാക്കളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ കുട്ടികളുടെ വാല്യൂസ് നോക്കും. അതിൽ കൂടുതൽ വാല്യൂസ് കിട്ടുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ അസസ്സിനോട് പൊലിപ്പിച്ച് പറയാം. പക്ഷേ ഇതെല്ലാം കുട്ടികളുടെ ഇൻട്രാക്ഷൻ്റെ സമയത്ത് അവരുമായിട്ട് അത് കൺഫേം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് അവിടേക്ക് എൻട്രി ഇല്ല. അവർ കുട്ടികളുമായിട്ട് ഡിസ്കസ് കാര്യങ്ങളൊക്കെ ചെയ്യും. കുട്ടികൾക്ക് സ്കൂളിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കും. എനിക്ക് തോന്നുന്നു അന്ന് ഗേൾസ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗേൾസിന് ഫുട്ബോളില്ല. അത് കുട്ടികൾ അവരോട് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് നല്ലൊരു പിക്ചർ കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്നും കിട്ടും. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, ഇതെന്നാണോ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളത് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷനിലും രക്ഷിതാക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ അവർ സ്കൂളിൽ ഇന്ന ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നിങ്ങളുടെ ടീം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് രക്ഷിതാക്കളുമായിട്ട് കൺഫേം ചെയ്തു. മറ്റൊരു സംഗതി, നേരത്തെ പ്രിൻസിപ്പലൊക്കെ സംസാരിച്ചപ്പോഴും നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്താലും കാണാൻ പറ്റുന്നത് കേരളത്തിൽ ഇനാബക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരലെണ്ണാവുന്ന 2, 3, 4 ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പം നിങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇതിൽ വല്ല ചലഞ്ചസും ഉണ്ടായിരുന്നോ? ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ അസസേഴ്സ് വന്ന സമയത്ത് നമ്മൾക്ക് നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയാം. പക്ഷേ അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അലൂമിനീസിനെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അത് അവർക്ക് വെറും അന്വേഷിച്ച് എന്നുള്ളതല്ല വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിൽ നിന്നും നിങ്ങളുടെ സ്കൂളിൻ്റെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ സ്കൂളിൻ്റെ വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെട്ട് എന്താണ്, അങ്ങനെ നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്യണം. അതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ സ്ട്രെങ്ത് ഇതാണെന്ന് നിങ്ങളുടെ അലൂമിനി പറഞ്ഞു, ആ സ്ട്രെങ്ത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതും നമുക്ക് വെറുതെ വാക്കാൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പ്രൂഫ് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ സോട്ട് അനാലിസിസിൽ നിന്നും കിട്ടി, ആ വീക്ക്നെസ്സിനെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്. അതേപോലെ ഓരോ കാര്യങ്ങളും അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിത്ത് പ്രൂഫ്. അത് പ്രൂഫ് ചോദിക്കുമ്പോൾ വെറുതെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവർ ചോദിക്കാൻ സാധ്യതയുണ്ട്, വെറുതെ എഴുതി ചേർക്കാം. ഇത് നിങ്ങൾ എവിടെ ഡിസ്കസ് ചെയ്തു,
ഏത് മീറ്റിങ്ങിലാണ് ഇത് ചർച്ച വന്നത്? കാരണം ഒരു ഇഷ്യൂ വന്നാൽ നോർമലി നമ്മുടെ സ്കൂളിൻ്റെ കമ്മിറ്റി കൂടും, അവിടെ ഇതിൻ്റെ ചർച്ച വരും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ മെയിനായിട്ട് WGB വാദി റഹ്മ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അക്കാഡമിക് കൗൺസിൽ എന്ന് പറയുന്ന അക്കാഡമിക്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഇവർ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ WGBൻ്റെ മീറ്റിംഗ് മിനിറ്റ്സ് എടുക്കും. അതിൽ ഇന്ന ഡേയിൽ ഡിസ്കഷൻ വന്നു, അത് അവർ നോട്ട് ചെയ്യും. അതേ സമയത്ത് ചിലപ്പോൾ ഇത് അക്കാഡമിക് കമ്മിറ്റിയിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ടാവും, ആ മീറ്റിംഗ് മിനിറ്റ്സും അവർ നോക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വിശ്വാസ്യത അവർ ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ നമുക്കിത് വെറുതെ കൂട്ടിച്ചേർത്താനൊന്നും പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഡോക്യുമെൻറ്റേഷനാണ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചിലപ്പോൾ നമുക്ക് ആദ്യ സമയങ്ങളിലെല്ലാം ഭയങ്കര ഒരു ഹെവി ടാസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു വളരെ ഈസി പ്രോസസ്സായിട്ടാണ് തോന്നിയത്. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.